ഉത്സവപ്പറമ്പുകളിൽ നിന്ന് ആനയെ ഒഴിവാക്കാനാകില്ലെന്ന് ക്ഷേത്രങ്ങൾ നിലപാടെടുക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ് എറണാകുളം ആലുവയിലെ തിരുവൈരാണിക്കുളം ക്ഷേത്രം. ആനയിടഞ്ഞ് ആക്രമകാരിയാകുന്നത് ഒഴിവാക്കാൻ എഴുന്നള്ളത്ത് പല്ലക്കിലാണ് ഇവിടെ. പറയെടുപ്പിനും തിടമ്പിറക്കി പൂജയ്ക്കും ആറാട്ടിനുമെല്ലാം ആനയ്ക്ക് പകരം വാഹനത്തിൽ തയ്യാറാക്കിയ അലങ്കരിച്ച രഥം. ആലുവ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ മഹാദേവന്റെ ഉത്സവത്തിന് കഴിഞ്ഞ 4 വർഷമായി ആനകളെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ആചാരം തെറ്റിക്കാതെ തേക്കിൽ തീർത്ത പല്ലക്കിലാണ് ഭഗവാന്റെ ദിവസവുമുള്ള വിളക്കെഴുന്നള്ളിപ്പ് നടക്കുന്നത്. നേരത്തെ ഇവിടെ ഉത്സവത്തിന് ആനകളുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിൽ ഉത്സവ എഴുന്നള്ളിപ്പിനെത്തുന്ന ആനകളിടഞ്ഞ് അപകടങ്ങൾ പതിവായതോടെ 2021 മുതൽ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ ആനയില്ലാതെ ഉത്സവം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ വർഷത്തെ മഹാദേവന്റെ ഉത്സവം ആരംഭിച്ചത്. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി അത്താഴപൂജയ്ക്ക് ശേഷം നടത്തുന്ന വിളക്കെഴുന്നള്ളിപ്പിനാണ് തേക്ക് മരത്തിൽ തീർത്ത പല്ലക്ക് ഉപയോഗിക്കുന്നത്. 2021 മുതൽ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വിളക്കിന് എഴുന്നള്ളിപ്പിന് പല്ലക്കും മറ്റ് പറയെടുപ്പ് പോകുന്നതിനുള്ള ഇറക്കി പൂജയൊക്കെ ഉള്ള സമയത്ത് രഥവുമാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ ആന എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മൃഗങ്ങളോടുള്ള ക്രൂരതയും അതുപോലെ തന്നെ ആനകൾ ഇടഞ്ഞുകൊണ്ടാവുന്ന അപകടവും കണക്കിലെടുത്ത് ക്ഷേത്ര ട്രസ്റ്റ് ആനയ്ക്ക് പകരം രഥമാക്കാൻ തീരുമാനിക്കുകയും അതിനെ ഈ നാട്ടിലെ ജനങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. വീടുകളിലെ പറയെടുപ്പിനും തിടമ്പിറക്കി പൂജയ്ക്കും ആറാട്ടിനുമെല്ലാം വാഹനത്തിൽ തയ്യാറാക്കിയ അലങ്കരിച്ച രഥമാണ് ഉപയോഗിക്കുന്നത്. ക്ഷേത്ര ഉത്സവത്തിന് ആനയെ ഒഴിവാക്കുമ്പോൾ വിശ്വാസികൾ എതിർപ്പുമായി എത്തുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ കരുതിയിരുന്നത്. എന്നാൽ നാട്ടുകാർ പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. റിപ്പോർട്ടർ, കൊച്ചി.